അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 40 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് സാധനത്തിൽ സോക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇതിന് വരുന്ന ബൈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക്, ക്രിസ്മസിൻ്റെ കേക്ക്, ആ സാധനം കുറേ പേർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് 1-2 അല്ല, ഒരു 1000-1200 മേലെ ആൾക്കാർ വന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഈ 40 കിലോ സാധനം കൊണ്ട് 1200 പേർക്ക് എത്തിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മൾ ആ സംഭവം ഒന്ന് വലുതാക്കി. സാധനം ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് 100 കിലോ ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പോൾ അതിലൊരു പഞ്ഞും വരുത്തിയിട്ടില്ല. ഇതൊന്ന് ലീക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതാക്കിയിട്ട് നമ്മുടെ ക്രിസ്മസിനുള്ള കേക്ക് ഒരു 100 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടോട്ടൽ 140 കിലോ. ആർക്കൊക്കെ സാധനം വേണോ എല്ലാവർക്കും തന്നിട്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മൾ തീർക്കുള്ളൂ. അതേമാതിരി കേക്കിൻ്റെ ഒപ്പം നമ്മുടെ വെറൈറ്റി ഒരു സാധനം, വെറൈറ്റി അല്ല, പറകുണ്ടുകളിലൊരു സാധനം വരുന്നുണ്ട്. നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ലെവലുള്ള ഒരു പെരണ്ട സാധനം വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു 20 കിലോ മുന്തിരി. അപ്പോൾ അടുത്തുണ്ടോ, ഇത് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, എല്ലാത്തിൻ്റെയും മിക്സ് കട്ട് ചെയ്ത സാധനം. അതിതാ ഇങ്ങനെ പോട്ടെ, ഒരു 10 കിലോൻ്റെ പുറത്ത് ആ സാധനമുണ്ട്. ഒരു 10-15 കിലോൻ്റെ പുറത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. കാരണം അത് മെയിനാണ്. അതേമാതിരി കട്ട് ചെയ്ത് ഇങ്ങനെ കൊട്ടിയിടണം. അതിൻ്റെ ഒരു നേരത്തെ പണിയാണ്. സാധനം അൺസ്റ്റോപ്പബിളായിട്ട് കൊട്ടിക്കൊണ്ടേ ഇരിക്കാം. കാരണം 10-15 പാക്കറ്റാണ് ഇവിടെ ഇറച്ചിട്ടുണ്ട്. ആട്ടാ അടുത്ത ചെറിയാണ്. അല്ല അടിപൊളി ചെറി. ഇതന്നെ കടന്നു കഴിഞ്ഞാൽ തന്നെ സാധനമാവും. ഇതൊന്നും മേടിക്കാല്ല. അടുത്തല്ലേ കുരുല്ലാത്ത കറുത്ത മുന്തിരിയാണ്. എയർടൈറ്റ് പാക്കാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് പോരും. കഴിഞ്ഞ പ്രാവശ്യം വരെയല്ല, പ്രാവശ്യം കുറച്ചും കൂടിയും കോസ്റ്റ്ലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബദാമും അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടായില്ല, ഞാൻ മുക്കിയതാണ് വാങ്ങിച്ചിട്ട്. പ്രാവശ്യം അഴിച്ചാൽ കിട്ടുന്നത് പോയ ദേവിയെ. പ്രാവശ്യം എന്താ നല്ല അണ്ടിപ്പരിപ്പും എല്ലാ സുനാമണിയുണ്ട്. ഇതിലൊരു പക്ഷഭേദമല്ല. അപ്പോൾ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡ് ഗ്രേഡ്, മീൻസ് ഫുഡ് ഇട്ട് ഇതാക്കാൻ പറ്റിയ രീതിയിലുള്ള പ്ലാസ്റ്റിക്, അതിലിട്ട് സാധനം നേരെ മിക്സ് ചെയ്യാണ്. അയ്യോ ഒരുപാടുണ്ടല്ലോ, 2 കൈ കണ്ടുതരുമോ? 2 കൈ വേണ്ടിവരും. പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്തോണ്ട് എൻ്റെ മറ്റേ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലല്ലോ, അപ്പം ഉണ്ടായിരുന്നു. ഇനി സാധനം ഇടാണ്ട്. പക്ഷേ ഇതൊന്നിട്ട് അളക്കട്ടെ, എന്നിട്ട് അടുത്തുമ്പോഴാടാം. പോരാത്തന്നെ ലൈറ്റും കൂടിയും പോയി തുടങ്ങി. മറ്റേ യൂട്യൂബില്ലാത്ത കാലത്ത് വാർക്കപ്പണിക്ക് പോയതൊക്കെ ഓർത്തോ, എന്നിട്ട് മിക്സ് ചെയ്തോ.
അപ്പോൾ അതാ വൃത്തിയായിട്ട സീലാണ്. നൈസ് സാധനം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിങ്ങനെ കുടിച്ച് തീർക്കണം. അപ്പോൾ എന്താ കാരമലിനെ മണമെന്നറിയോ? നോക്കി നോക്ക് സീലിൻ്റെ ഒരു അവസ്ഥ, ലീക്കാണ്. സാധനേ ഡ്രൈ പ്ലം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. കിട്ടണവർ തിന്നുമ്പോൾ സൂക്ഷിച്ച് നിന്നാൽ അണ്ടേ പോവില്ല. ലാസ്റ്റ് കുപ്പി സാധനം ഒഴിക്കണേൽ എന്തായാലും ഞാൻ പക്ഷഭേദം കെട്ടൂല. ഇതിന് നേരെ നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം ഇത് സോക്ക് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജിഞ്ചർ ക്രഷ്, ജിഞ്ചറിൻ്റെ ക്രഷും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബദാമും ഇതൊക്കെ മുക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് എന്തായാലും മുക്കും. പോരാത്തതിന് ഒന്ന് ക്രഷ് ചെയ്തിടുന്നത് നാലേ ഇതാവുള്ളൂ. ഇല്ലാണ്ട് ഇത്രത്തോളം പോകുന്ന പീസ് കടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അതല്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നേരെ ഡ്രമ്മിലാക്കണം. പോരാത്തതിന് ലൈറ്റും പോയി തുടങ്ങി. കയ്യൊക്കെ പൊളപ്പം തണുപ്പ്. ഐസ് മണം മൂക്കിലടിച്ചിട്ടാണ് ഈ സൈഡിൽ ഇരിക്കാൻ പറ്റാത്തത്. എൻ്റെ പൊന്നോ, പെരുഞ്ചാതി മണം മൂക്കിലടിച്ച് കയറണം. അപ്പം എന്തായാലും 40 കിലോ ഇട്ടിട്ട് തികയില്ലാന്ന് കണ്ടോണ്ടാണ് നമ്മൾ ഈ 100 കിലോ ഇട്ടത്. അതിൽ 100 കിലോ ഇല്ലാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അളക്കാം, സംശയം ഉണ്ടെങ്കിൽ. എങ്ങനെയുണ്ടെങ്കിലും പറയണ എല്ലാവർക്കും സാധനം കിട്ടണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ സാധനം അധികം ഇപ്പം അടുത്ത് പോരാ മീൻസ് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ്, അത്രേ ഉള്ളൂ. അധികം എന്തായാലും സാധനം ടോപ്പ് ക്ലാസ് സാധനം ക്രിസ്മസിന് അല്ലെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് വേണ്ടവർ ബുക്ക് ചെയ്യണം, ഇല്ലേ കിട്ടണം, കയ്യിൽ കിട്ടണം എന്ന് താല്പര്യമുള്ളവർ എന്തായാലും അടിയിലൊരു നമ്പർ എഴുതുന്നുണ്ട്. പോരാത്തിന് 80 86 0 222 37 ആണ് നമ്പർ. ഞാൻ ഇവിടെ അടിയിൽ എഴുതുന്നുണ്ട്. അതിലൊന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കോസ്റ്റ് എന്തായാലും വരുമല്ലോ. കാരണം 140 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് സാധനത്തിൽ മിക്സ് ചെയ്ത് അത് കേക്കാക്കി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് എത്തിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടുംബം വിൽക്കേണ്ടി വരും. സോ എന്തായാലും ചെറിയൊരു കോസ്റ്റ് ഞാൻ ഇടും. ചിലപ്പോൾ ചെറിയ കോസ്റ്റ് ആവും, ചിലപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. മൈൻഡ് മാതിരിയാണ്. അപ്പോൾ എന്തായാലും തരുന്ന സാധനം ടോപ്പ് ക്ലാസ് ആവും, അത്രേ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടേതായ കസ്റ്റമൈസ് ചെയ്ത് സാധനം വൃത്തിക്കാണ് ഇറക്കാൻ പോണത്. നോർമൽ കേക്ക് എന്നുള്ളതിന് പകരം റിയൽ സാധനം. അപ്പോൾ എന്തായാലും അത് തരും. അതിലിപ്പോൾ വേറെ സംശയമൊന്നുമില്ല. പറഞ്ഞാലും പറയണ്ടോ, വേറെ മെയിൻ സാധനം ഉണ്ട്. ഈ സാധനത്തിന് മുന്നേ ചിലപ്പോൾ ഡിസംബർ 18-ാം തീയതി എഴുതി വെച്ചോളൂ. ഡിസംബർ 18-ാം തീയതി നമ്മുടെ ഒരു പറകുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവൂല, പണ്ടാര പറകുണ്ട് സാധനം ചെർപ്പളശ്ശേരി ഓപ്പൺ ആവുന്നുണ്ട്. അതും നമ്മുടെ പേരിൽ, നമ്മുടെ സ്ഥാപനം. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാനും പറ്റും, കഴിക്കാം. കുറ്റം പറയണം. എന്താ കുറ്റച്ചാ കുറ്റം പറയണം. കാരണം കുറ്റം കേൾക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നല്ലത് പിന്നെയും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കുറ്റം പറയണം. സോ അത് ഞാൻ എന്തായാലും സ്പെഷ്യലായിട്ടൊന്നുകൂടിയും പറയുന്നുണ്ട്. ഞാനെന്തെങ്കിലും ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. കേക്ക് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പും ഉണ്ടാവില്ല, കോളും ഉണ്ടാവില്ല. അപ്പോൾ ഓർഡർ അതെ, ഈ സാധനം വാഷായി മാറി മറിഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വരും ഇല്ലയോ? അതെ വരും. സാധനം വാഷായില്ലെങ്കിൽ എന്തായാലും കേക്ക് ഇങ്ങടുത്തേക്ക് എത്തും, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഇരിക്കുന്ന ആൾക്കാരുടെ ഈഗോ ക്ലാഷ് മാതിരി ഇരിക്കും. പിന്നെ ഇരുട്ടത്തുള്ള സത്യം എന്താ വെച്ചാൽ നമ്മളത് കുറച്ച് ഫ്രീയും തരുന്നുണ്ട്. അത് പിന്നെ എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. കുറച്ച് പേർക്കൊരു 10-30 ഞാൻ ഗീവ് അവേ അല്ല, സന്തോഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. അതിനിപ്പോൾ ഒന്നും ചെയ്യൊന്നും വേണ്ട.